ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതി. ഉത്തമനോ? ഇരിക്കെ. ഉത്തമന് ചോറ് കൊടുക്ക്. ഒന്നും വേണ്ട. ഇത് കണ്ടോ? ആർക്കാ കല്യാണം? നമ്മുടെ സ്വന്തം അളിയന്. അജയനോ? ഒരു വാക്കമ്മ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഉത്തമന്റെ അത്ര വിദ്യാഭ്യാസവും യോഗ്യതയൊന്നും എനിക്കില്ലാത്തോണ്ടായിരിക്കും. ആരെ അറിയിച്ചു എന്നാ സുധാകരേട്ടെ ഈ പറയണേ? എന്റെ ഓട്ടോ മുതലാളിക്ക് കിട്ടിയ എഴുത്തായത്. നമ്മളോടൊന്നും ആലോചിച്ചില്ല എന്നുള്ള പോട്ടെ, കല്യാണം നിശ്ചയിച്ച വിവരമെങ്കിലും വന്ന് പറയേണ്ട സാമാന്യ മര്യാദയല്ലേ? ഇത് അങ്ങനെ വിട്ട പറ്റില്ല ഏട്ടാ. നീ ആ തങ്കക്കുട്ടൻ നീ വരാൻ പറ, അവനും കൂടി അറിയട്ടെ വിവരം. ചെല്ല്. സദ്യയുടെ കോൺട്രാക്ട് ഏറ്റെടുത്താലെന്ന് ആലോചിക്കുക ഉത്തമ. നല്ല അവിയലും സാമ്പാറും പച്ചടിയും ഒക്കെ വെക്കും ഞാൻ. വേറെ ആമ്പിള്ളേരുടെ കല്യാണത്തിന് ഇത് പോക്കത്തര അല്ലേ? ഇതെന്താ ഇത്? നമ്മളൊക്കെ വേറെ 7-ാം കുലികളാക്കി കളഞ്ഞില്ലേ? ഇതൊന്നും ഇല്ലാതെ അടങ്ങി കഴിയാന്ന് വെച്ചവന്മാര് സമ്മതിക്കൂല. അത് നിന്ന് ഞാനും 2 അടിച്ചു. വേണ്ട, അതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. മേലേടത്ത് രാവുണ്ണി നായർ. മേലേടത്തെ രാവുണ്ണി നായർ. പുരുഷോത്തമൻ നായർ. അതാരാ? അതാരെങ്കിലും ആവട്ടെ, അങ്ങേരെ ക്ഷണിക്കണം. വലിയ പണക്കാരനല്ലേ? നമ്മുടെ കല്യാണത്തിന് നമ്മുടെ ആളായിട്ട് അങ്ങേര് വരുമ്പോ അത് നമുക്കൊരു അന്തസ്സാ. നീ എന്താടി മുഖം വീർപ്പിച്ചിരിക്കണേ? എന്നാലും എന്റെ കുട്ടികളെയും കൂടി അറിയിക്കാണ്ട്. അവള് തുടങ്ങി. ഒരു നല്ല കാര്യം നടക്കുമ്പോ അപ്പ അവള് കണ്ണു നിറയ്ക്കാൻ തുടങ്ങും. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്വീകരണം വെക്കാം, അതിനെല്ലാവരെയും വിളിക്കാം. അല്ലാതെ കല്യാണത്തിന് കണ്ട ഓട്ടോറിക്ഷക്കാരും മുനിസിപ്പാലിറ്റിക്കാരും വന്നാൽ മേനോൻ സാറിന് അത് ഇഷ്ടാവില്ല. അങ്ങേര് അത് എന്നോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും കൂടെ എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിക്കണ്ട, പക്ഷെ ഒരു മക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ? സ്വന്തം അളിയന്റെ കല്യാണക്കാര്യം നാട്ടുകാര് പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ സുധാകര. ഒന്നും പറയണ്ട. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഞങ്ങളോട് സംസാരിക്കാൻ അമ്മാവിന് നാണക്കേടുണ്ടാവും. കെട്ടിച്ചയച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നു എന്ന് കരുതിയല്ലേ? അമ്മയ്ക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ? ഇങ്ങനെ 3 മക്കളില്ലെന്ന് നിങ്ങൾ കരുതിയാ മതി. വാ, നമുക്ക് പോവാം. വാ ചേച്ചി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്രയ്ക്കൊക്കെ അല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അമ്മായിയപ്പന്റെ ചെകിട്ട് തുറന്ന് പൊട്ടിച്ചേനെ. തെറ്റ് എന്റെ ഭാഗത്താണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ശാരദയുടെ കൂടെ നിങ്ങളെ ക്ഷണിക്കാൻ വരികയായിരുന്നു. അല്ലേ ശാരദ? അതെ മക്കളെ. നിങ്ങളോട് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി. എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ. ക്ഷണിക്കാൻ അല്പം വൈകിയെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം മളിയനൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കോ? എന്താ അമ്മാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം അനിയന്റെ കല്യാണം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരില്ലേ? എവിടെയാ സുധാകരൻ? ഞാനിവിടെ ഉണ്ട്. തങ്കക്കുട്ടനോ? ഞാനിവിടെ ഉണ്ട്. ഉത്തമ, ഞങ്ങൾ എല്ലാവരും അമ്മാവന്റെ കൂടെ. ഈശ്വര, എന്ത് കഷ്ടം അറിയുന്നേ. അമ്മേ, ഞങ്ങൾ അമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എന്താ മോളെ? സുധാരേട്ടന് ഒരു ഹോട്ടൽ തുടങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ആണോ? നല്ല കാര്യമാണല്ലോ. ഹോട്ടലിന് പേര് വിട്ടു, ഹോട്ടൽ ജയലക്ഷ്മിന്ന്. പിന്നെ ഉത്തമേട്ടന് പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ടെന്ന്. അതെന്താ? ഒരു വർക്ക്ഷോപ്പ്, ജയശ്രീ ഓട്ടോമൊബൈൽസ്. അമ്മേ, നമ്മുടെ ആളിനും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല, പക്ഷെ അമ്മ സഹായിച്ചാൽ നടക്കും. അതെ അമ്മേ. ഞാനോ? അതെ. അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ അമ്മയല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ? അമ്മ പറഞ്ഞു നോക്കാം. ഒരു മിനിറ്റ് തരാമോ? പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ചർ രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ്. ശ്രീ തങ്കക്കുട്ടൻ കൊണ്ടാവണേ. ഏത് പാട്ടാ പാടുന്നേ? മാണിക്യ വീണയുമായി. അത് ബെസ്റ്റ്. മാണിക്യ വീണയുമായി പാട്.
മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകയില്ലേ വീണ നീട്ടുകില്ലേ നിന്റെ അല്ല വേദനയ ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈലം തളിക്കാൻ തങ്കക്കുട്ടനാണല്ലോ. അവൻ ചെക്കൻ്റെ അളിയനാണോ? ഏയ് ഒരു അകന്ന ബന്ധു. വീണയുമായ മനസ്സിന്റെ നിർത്ത് ആ മയക്കാൻ കൊടുത്തേ. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാൽ മതി. പറയരുത് സാർ, തങ്കക്കുട്ടൻ നന്നായിട്ട് പാടും. എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്, ചില്ലറ കാശ് കിട്ടും. സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിക്കാൻ നീ എന്തിയോട് നീ പാടാ എന്തി ഒന്ന് നോക്കാം. വേണ്ട ഉദാരേട്ടാ, നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. മയക്കാൻ കൊടുത്തേ. ഇയാളെ നീ പാട്. പാളികള് അയാളെ ഞാൻ വേണ്ട. അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട, നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമേളയാടാ. എന്താടാ ഇത് ചങ്കക്കുട്ട? ഓട്ടോ ബന്ധല്ലേ? എല്ലാം ദൈവനിശ്ചയ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും, അത്ര തന്നെ. ഇതാരാ ഉമ്മാർ ഇപ്പൊ ഇവിടെ കയറ്റിയിട്ടാൻ പറഞ്ഞത്? ഇവരൊക്കെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് സാറേ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യയുണ്ട്, അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മൂമ്മയ്ക്ക് അമ്മായിയമ്മയ്ക്ക് കൊണ്ട് കൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? ക്ഷമിക്കുന്നതിന് അതിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വളർത്താക്കണ്ട സാറേ. ഞങ്ങൾക്ക് തന്റെ ഈ ആഗ്രഹം നടക്കില്ല. നടത്തിക്കില്ല. കാണാം. ഈ അഹങ്കാരത്തിന്റെ സ്വയം ഞങ്ങളോട് വേണ്ട. ക്ഷമിക്കുന്നതിനൊരു അതിലുണ്ട്. ഒരുമാതിരി വേഷങ്ങൾ കാണിക്കരുത്. പ്രശ്നം അജയ, ഇവന്മാരിവിടെ ഇറക്കി വിടാതെ കല്യാണം നടക്കില്ല. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ പോയാലേ ചെക്കന് ഞങ്ങളോടൊപ്പം കാണും. ചെക്കനില്ല തന്റെ മോളെ താൻ കെട്ടു. എന്നാൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. മതി. അജയ, എന്താ നിന്റെ തീരുമാനം? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കാം. താനെന്താണോ പന്തങ്ങളുടെ പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ? അവരൊക്കെ വലിയ ആൾക്കാര്. നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരൊന്നും മാറിയിക്കാൻ പറ. അവർക്ക് അടുത്ത ബന്ധിയിൽ ഊണ് കൊടുക്കാം. അങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നതിന് നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളുമില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി പോകുന്നോ? അജയന്റെ അമ്മ ഇതിൽ ഇടപെടണ്ട. നിങ്ങളൊന്നും നിർത്ത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. 3 സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും വരിക. വാ. അയ്യോ, പോകരുത് മക്കളെ, മക്കളെ പോകരുത്. മതി, അത് മതിയടോ. ഏതൊരു ഈർക്കിലി പാർട്ടിയുടെ പിൻബലമുണ്ടവന്. അതിന്റെ തണ്ട. അതെ. പിന്നെ ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. സ്ഥലം SI ചാക്കോച്ചിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് കാര്യം പറഞ്ഞിട്ട് അവൻ വഴങ്ങാൻ ഭാവമില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഒരു കരിവിരുന്ന് പ്രയോഗം അറിയാലോ. എന്നാ പോ. ശരി സാർ. എന്താ പ്രശ്നം? ഒന്നുമില്ല മോനെ, ഒരു ചോട്ടാ പ്രശ്നം. നമ്മൾ ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് പണിയാൻ പരിപാടിയിട്ടില്ലേ? ഇപ്പൊ അങ്ങോട്ടുള്ള വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാര്യം ക്ലിയർ ആയെന്ന് വന്ന് നിൽക്കുമ്പോഴാണ് താണ്ട് വരുന്നൊരു കുരിശ്. ഒരു കഴിവരുടെ മോൻ പലവട്ടം പറഞ്ഞു നോക്കി. അവൻ അടക്കുന്ന ലക്ഷണമില്ല. എന്നാ പിന്നെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കാമെന്ന് വെച്ചു, അത്ര തന്നെ. ഡാഡി അജയ്നോട് എന്തോ കാര്യം പറയണെന്ന് പറഞ്ഞല്ലോ.
ഞാനത് അങ്ങ് മറന്നുപോയി. ഓ, മോള് പോയി കുടിക്കാൻ തന്നെ എടുത്തോണ്ട് വാ. ചെല്ല്, മോനിരിക്കും. വേറൊന്നുമല്ല, ഇനിയുള്ള എന്റെ എല്ലാ ബിസിനസ്സുകളിലും അജി എന്റെ കൂടെ ഉണ്ടായിരിക്കണം. മോനെ കണ്ടുകൊണ്ട് ഈ അങ്കിൾ ചില പദ്ധതികളൊക്കെ ശരിയാക്കുന്നുണ്ട്. എല്ലാം അങ്ങളുടെ ഇഷ്ടം പോലെ. വെരി ഗുഡ്. നിന്നെ മരുമകനായി കിട്ടിയത് എന്റെ ഭാഗ്യം. എന്റെ മോള് കണ്ടെത്തിയ മുത്തല്ലേ, മോശാവില്ല. പിന്നൊരു കാര്യം, നിനക്ക് എന്താവശ്യം വന്നാലും ഒരു അച്ഛനോടെന്ന പോലെ എന്നോട് പറയാം. നിന്നെ മരുമകനായിട്ടല്ല, മകനായിട്ടാ ഞാൻ കാണുന്നേ. എല്ലാം എനിക്കറിയാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്നൊരു കളി കളിക്കാം. ആ, ഇങ്ങോട്ടിരിക്കും മോളെ. ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കുമോനെ, നമുക്കിടയിൽ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. കഴിക്കേ. ആ, അപ്പൊ ഇതാർക്കാ? അത് കൊള്ളാം. നിങ്ങൾ കമ്പനി വിടുമ്പോ ഞാൻ ചുമ്മാ ഇരിക്കണോ? കേട്ടോ അജി, കൊച്ചുനാള് മുതലേ ഇവിടെ ഒരു കുസൃതിയാ. സ്വന്തം ഭർത്താക്കന്മാരോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളോട് പിറങ്ങി വരില്ലായിരുന്നോ? ഈ പെണ്ണുങ്ങൾക്കെല്ലാം കരിങ്കല്ലിന്റെ ഹൃദയമാണെന്ന് പറയുന്നത് വെറുതെ അല്ല. നാണം കിടത്തി കല്യാണ പന്തലിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥയിലായി പോയില്ലേ നമ്മള്? എന്നിട്ട് അവളന്മാർക്ക് അവിടെ നിൽക്കാൻ ഇങ്ങനെ മനസ്സ് വന്നു ഞാൻ മനസ്സ് വരും. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഇപ്പോഴും അവരുടെ താഴെയാ. വിദ്യാഭ്യാസവും ജോലിയൊന്നുമല്ല, പണം. പണമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലുത്. എന്നാലും എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ അവളെ നോക്കിയത്. അപ്പൊ ഞാനോ? ജയപ്രഭയ്ക്ക് ഒന്നിനും ഒരു കുറവ് ഞാനും വരുത്തിയിട്ടില്ല. ഇനി അതൊക്കെ പറഞ്ഞ് നിലവിളിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം, അവർക്ക് അവരുടെ കാര്യം. സുധാകരേട്ടാ. നമ്മൾ എത്ര ആരാ മനസ്സിലായില്ല? ഏട്ടാ, ഞാൻ വേണ്ട, അവിടെ തന്നെ നിന്നാ മതി. നീ ഞാനും തമ്മിലുള്ള ബന്ധം അന്നത്തോടെ തീർന്നു. എന്താട്ടാ സുധാകരേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേട്ടാ വന്നേ. വേണ്ട, ഇനി അവരവരുടെ വീടുകൾ കഴിഞ്ഞാൽ മതി. സുധാകരേട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ 3 പേരുടെ തീരുമാനമാണ്. ഓഹോ, അപ്പൊ 3 പേരും കൂടി ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ? അങ്ങനെ കരുതിയാലും വിരോധമൊന്നുമില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്ത ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതെ. അയ്യോ, നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? തെറ്റ് ചെയ്തവര് ഞങ്ങളാ. പെൺമക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത, അവരെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധം വെച്ചത് ഞങ്ങളുടെ തെറ്റ്. തങ്ങൾക്ക് പറ്റിയ ഭർത്താക്കന്മാരില്ല എന്ന് ഭാര്യമാര് കൂടെ കൂടെ കുത്തി നോവിച്ചിട്ടും അതെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായത് ഞങ്ങളുടെ തെറ്റ്. അപമാനമെല്ലാം സഹിച്ച് അളിയന്റെ കല്യാണം സ്വന്തം കൂടപ്പുറപ്പിന്റെ കല്യാണം പോലെ ഗംഭീരമാക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ തെറ്റ്. അതെ ഉത്തമ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് ഞാൻ പറയില്ല കുട്ടികളെ. പക്ഷെ അന്ന് ഇവര് നിങ്ങളുടെ കൂടെ വരാതിരുന്നത് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഇല്ലാഞ്ഞിട്ടല്ല. ഈ അമ്മയുടെ നിസ്സഹായാവസ്ഥ അവർക്ക് മനസ്സിലായതുകൊണ്ടാ. കല്യാണത്തിന് നിങ്ങൾ എല്ലാരും ഉണ്ടാവണം എന്നുള്ളത് ഈ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അതേതായാലും നടന്നില്ല. മക്കളും മരുമക്കളും എന്നുള്ള വ്യത്യാസം എനിക്കില്ല. നിങ്ങൾ എല്ലാവരും എന്റെ മക്കൾ തന്നെയാണ്. ഈ അമ്മയുടെ കണ്ണീരിന് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഇവരോട് പൊറുക്കണം. ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. ഈ അമ്മയുടെ അപേക്ഷയാ മോനെ. ഒന്ന് മാത്രം ഞാൻ ഉറപ്പു തരാം, അന്ന് നേരിട്ട പോലുള്ള അപമാനം നിങ്ങൾക്കിനി ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. അതൊരു അവതാരിയല്ല, നിങ്ങളുടെ അവകാശ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. അടുത്തേക്ക് വരൂ അമ്മേ. നിങ്ങൾ വരിക. ഡാഡി പറഞ്ഞത് കേട്ടല്ലോ, എല്ലാ ചുമതലകളും അജയേട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന്. മാത്രമല്ല, ഡാഡി എല്ലാ സ്വത്തുക്കളും നമ്മുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. അതുകൊണ്ട് അജയേട്ടനോട് ഒരു കാര്യം പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്ത് കാര്യം? പറയട്ടെ, ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ല, പറഞ്ഞോ.
ആ ഫ്ലാറ്റിന്റെ പണിയൊന്നും തീർന്നു കിട്ടാത്ത ടെൻഷനില്ല ഡാഡി ഇപ്പോ. അതെന്താ തീരാത്തത്? എങ്ങനെ തീരാനാ? അതിനിടയിൽ ഡാഡി എന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഫിനാൻഷ്യൽ ടൈറ്റ് വന്നത്. പാവം ഡാഡി ലോണിന് വേണ്ടി ഓടി നടക്കുക. ബാങ്കുകാർക്ക് എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ് മാത്രം പോരാത്ര. അതിനിപ്പോ എന്താ ചെയ്യാ? അജയേട്ടൻ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ വിചാരിച്ചല്ലോ. എങ്ങനെ? അതൊക്കെ ഉണ്ട്, പറയാം. നീ ആ ലൈറ്റ് അണക്കി സമയങ്ങളെ